കപ്പ വെച്ചിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് കപ്പ എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കപ്പ മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ വെള്ളം നമുക്ക് കളയാനുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഇതൊരു 1/4 വേവ് ആവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഞാനിതാ ഇതുപോലെ ഒരു 8 ചെറിയുള്ളിയും ഒരു 5 വെളുത്തുള്ളിയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കാന്താരി മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് എടുത്താലും മതി, അത് എരിവിനനുസരിച്ചിട്ട് എടുക്കുക. അത് മൂന്നും കൂടെ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കപ്പ നന്നായിട്ട് തിളച്ച് ഇപ്പോൾ ഒരു 1/4 ഭാഗത്തോളം വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം. വെള്ളം കളഞ്ഞതിന് ശേഷം ഈ ഒരു കപ്പ ഞാൻ ഈ ഒരു പാനിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അരമുറി തേങ്ങയുടെ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1-ാം പാലും 2-ാം പാലും ഒക്കെ ഒന്നിച്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത്. വെള്ളം ചേർത്തിട്ടുള്ള പാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 കപ്പോളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്തതുണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഇനി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരു 1/4 ഭാഗത്തോളം ഇപ്പോൾ വേവായി വന്നിട്ടുള്ളൂ. ഇനി ബാക്കി നമ്മൾ വേവിക്കുന്നത് ഈ ഒരു തേങ്ങാപ്പാലിൽ ഇട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഈ ഒരു കപ്പ വേവുന്ന സമയത്ത്. അങ്ങനെ ഇത് അടച്ചു വെച്ച് നമ്മൾ കപ്പ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. ഉടച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടാവും, അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടോ, നല്ല കറക്റ്റ് പാകത്തിൽ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടാണ്, എന്നാൽ ഇത് തണുത്ത് കഴിഞ്ഞാൽ കപ്പയല്ലേ എന്തായാലും ടൈറ്റ് ആയിട്ട് വരും. അപ്പോൾ ആ ഒരു കറക്റ്റ് പാകത്തിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ചൂടാറി വരുമ്പോൾ. ഇനി ഞാൻ മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിത് കപ്പയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ പാൽക്കപ്പ. ഒരുപാട് റീൽസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി നമുക്കിത് നല്ല മീൻ കറിയുടെ കൂടെയോ അല്ലെങ്കിൽ ബീഫിൻ്റെ കൂടെയോ മട്ടൻ്റെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാം കേട്ടോ. വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിതാ ബീഫ് കറി ഉണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെയാണ് കേട്ടോ പാൽക്കപ്പ കഴിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നല്ല ചൂടുള്ള ഒരു കട്ടൻ ചായയും കൂടെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിന് പറ്റുന്ന നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.